നമ്മളിന്ന് വീണ്ടും ഒരു യാത്ര പോവുകയാണ്. ഫാമിലി ആയിട്ടാണ് പോകുന്നത്, വേറെ എവിടേക്കല്ല. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ കണ്ണൂരിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. നമ്മളിപ്പം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. എല്ലാവരും ഉണ്ട്, നമ്മൾ ഫാമിലി എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും നിരവധി ആൾക്കാർ സ്ഥിരം പോകുന്ന സ്ഥലമൊക്കെ ആയിരിക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഒരു പ്രധാന ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു 250 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്. ഇപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ഏകദേശം ഒരു 6 മണിക്കൂറാണ് സമയം കാണിക്കുന്നത് നമ്മളവിടെ എത്താൻ വേണ്ടിയിട്ട്. സാധാരണ നേരത്തെയാണ് പുറപ്പെടാറുള്ളത്. ഞാൻ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മളൊരു രാവിലെ ഒരു 5 മണി 6 മണിക്കൊക്കെ പുറപ്പെട്ടാൽ നമുക്ക് അധികം ബ്ലോക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. ഇതിപ്പോൾ എന്തായാലും നമ്മൾ വൈകിപ്പോയി. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെതായ സമയങ്ങളെടുത്തു രാവിലെ. അതുകൊണ്ടാണ് കുറച്ച് വൈകിപ്പോയത്. ഇപ്പം 8:30 കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിൽ അത്യാവശ്യം വാഹനങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ പുലർച്ചെ പോയാൽ അധികം വാഹനങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നാമത് ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ പല സ്ഥലത്തും പതുക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ ഒരു റോഡൊക്കെ ഒരുപാട് സ്ഥലത്ത് കുഴിച്ചിട്ടിട്ടും ഒരുപാട് സ്ഥലത്ത് വീതി കൂട്ടാനൊക്കെയുള്ള ഒരുപാട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കുറേ സ്ഥലത്ത് ഡീവിയേഷൻസ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാതെ പോയാൽ അതൊന്നും കണ്ടുവെന്ന് വരില്ല. അപ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കധികം സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ ഹൈവേയുടെ ഒക്കെ പണി കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എത്താനുള്ളൊരു സമയമുണ്ടാകും. പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. നമുക്കൊരു ഈ പകുതി സമയം കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ദൂരം കവർ ചെയ്യാനൊക്കെ പറ്റും. എന്താ ഇവിടെ കുറേ ഭാഗത്തൊക്കെ റോഡ് പണിയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഈ ഒരു ഇതുപോലെ തന്നെ ഇപ്പോൾ നല്ല രസമുണ്ട് ഈ റോഡൊക്കെ കാണാൻ. അതിൻ്റെ സൈഡൊക്കെ നല്ല ഒരു ഫ്ലൈ ഓവറാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ റോഡും ഏകദേശം ഫിനിഷായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും. 6 വരി പാതയാണ് വരുന്നത്. അപ്പോൾ പിന്നെ വൺ വേ ആയിട്ട് തന്നെ വൺ സൈഡിൽ തന്നെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം ഒക്കെ കൊണ്ടുവന്നിട്ടാണുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ചെറിയൊരു സ്ഥലം കണ്ടപ്പോൾ കാസർഗോഡ് ഒന്നും എത്തിയില്ല. അതിന് മുമ്പുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ നിർത്തിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ച് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി നമ്മളിപ്പം തൃക്കണ്ണാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, തൃക്കണ്ണാട് ക്ഷേത്രം. ബലിതർപ്പണമൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമാണിത്. കാസർഗോഡ് ജില്ലയിലാണ്. ബേക്കൽ കോട്ടയുടെ ഒക്കെ അടുത്തായിട്ട് വരും. ഇവിടുന്ന് കാസർഗോഡേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്ററിൽ താഴെയേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ നല്ല വിശാലമായ ബീച്ചൊക്കെ കാണാനുണ്ട്. ഒരുപാട് വള്ളങ്ങളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ കയറുന്നില്ല. നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ കയറാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തൽക്കാലം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഇവിടെ കണ്ട നമുക്കൊരു വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ശബരിമല സീസണൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ബാത്റൂം സൗകര്യമൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കോർണറിൽ കാണുന്നതൊക്കെ ബാത്റൂമാണ്. കുളിമുറി സൗകര്യങ്ങളൊക്കെ ഉണ്ട്, വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിശാലമായ പാർക്കിങ്ങൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നേരെ നമ്മൾ വേണ്ടി യാത്ര തുടങ്ങി. ഇപ്പോൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട്. കാസർഗോഡ് മെയിൻ ടൗണിലാണിത്. കാസർഗോഡ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെ നമുക്ക് മംഗലാപുരത്തേക്ക് കാണിക്കാം. നേരെ ലെഫ്റ്റിലോട്ട് പോയാൽ മംഗലാപുരത്തേക്ക് പോകാം. നേരെ പോയാൽ നമ്മൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ പോകാം. ഇതൊക്കെ ഒരുപാട് മാറി. ഇവിടെയൊക്കെ വലിയ ഫ്ലൈ ഓവറൊക്കെ വരുന്നുണ്ട്. റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാകുന്നില്ല. കാസർഗോഡ് ആ ടൗണൊക്കെ ഒരുപാട് മാറി. നമുക്കിപ്പം പണ്ടുള്ള ആ ഒരു ഇതൊന്നുമില്ല. ആ റോഡൊക്കെ ഒരുപാട് മാറിപ്പോയി. ഇപ്പം നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. തലപ്പാടി എന്ന് പറഞ്ഞൊരു ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ടോൾ പ്ലാസ ചെക്ക് പോസ്റ്റ് അല്ല. ഇവിടെ നമ്മൾ ഈ മൂകാംബിക പോകുന്ന വഴിക്ക് ഏകദേശം ഒരു 3ഓളം ടോൾ പ്ലാസകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ ടോൾ പ്ലാസയാണ് തലപ്പാടി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ ക്രോസ് ചെയ്ത് നമ്മൾ കർണാടകയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ടോൾ പ്ലാസകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഫാസ്ടാഗൊക്കെ എല്ലാവരും ഈ വഴി പോകുന്നവർ റീചാർജ് ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഫാസ്ടാഗ് ഇല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫൈൻ അടക്കം. ഫാസ്ടാഗ് ഇല്ലാത്ത ഒരു എൻട്രി ഇതിലൂടെ ഒന്നും അലൗഡ് അല്ല. നമ്മൾ പൈസ കൊടുക്കുമ്പോൾ നേരെ ഡബിൾ ചാർജാണ് വരുന്നത്. ഇതിപ്പോൾ 100 രൂപയാണ്, നമുക്ക് ഇവിടെ 60 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫാസ്ടാഗ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ 120 രൂപ അതിന് ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പം നമുക്ക് ഫാസ്ടാഗ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങാനും പറ്റും. നമുക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായാൽ മതി, അതങ്ങ് ഡിഡക്റ്റ് ആയി പോയിക്കോളും. ഇപ്പം നമ്മൾ ടോൾ പ്ലാസ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വിശാലമായ റോഡ്. ഇനിയിപ്പോൾ നമ്മുടെ കേരളം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ റോഡിൻ്റെ ഒരു പ്രത്യേകതയൊക്കെ കാണാനുണ്ട്. എല്ലാം ഇനി 6 വരി പാതകളൊക്കെയാണ്. നമുക്ക് വൺ വേ ആണ്.
ഇപ്പം നമ്മൾ മംഗലാപുരം എത്താറായിട്ടുണ്ട്. ഇത് നേത്രാവതി പാലാണ് ഈ കാണുന്നത്, വലിയ പാലാണ്. പിന്നെ അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ആ ഒരു കേരളത്തിലെ ആ ഒരു റോഡ് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, തിരക്കുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. വിശാലമായ റോഡായതുകൊണ്ട് തന്നെ വൺ വേ റോഡായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓവർടേക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് പോകാൻ പറ്റും. നല്ല വലിയ പാലാണ്. ഇതിൻ്റെ ചുറ്റും ആ ഒരു വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും. മുകളിൽ ഇങ്ങനെ ആകാശമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാവുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള റോഡുകളൊക്കെ നല്ല അടിപൊളി റോഡാണ് നമുക്ക്. കാരണം ആ രണ്ട് സൈഡിലും നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാം വൺ വേ റോഡാണ്. നമുക്ക് ലൈനൊന്നും തെറ്റിക്കാതെ നോക്കി പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഈ മംഗലാപുരം ആ ഒരു ടൗൺ കൂടി ഒന്ന് പാസ് ചെയ്യുന്നവരെ കുറച്ചൊരു തിരക്കുണ്ടാവും. അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡുകളാണ് അധികവും. മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകാത്തവരൊക്കെ കുറവായിരിക്കും. മിക്കവാറും എല്ലാ മലയാളികളും സ്ഥിരമായിട്ട് പോകുന്നൊരു ക്ഷേത്രമാണ് മൂകാംബിക ക്ഷേത്രം. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം തന്നെ. നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണ് ഈ മൂകാംബിക ക്ഷേത്രം എന്ന് പറഞ്ഞത്. നമ്മൾ പല അവസരങ്ങളിലും പോകുന്നതാണ്. ഞങ്ങളിപ്പോൾ നമ്മുടെ റിച്ചുവിൻ്റെ ഒരു എഴുത്തിനിരുത്താൻ കൂടിയാണ് പോകുന്നത്. മൂകാംബിക ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും അവിടെ നമുക്ക് ഹരിശ്രീ എഴുതിക്കാനുള്ള ഒരു അവസരമുണ്ട്. നമുക്ക് സാധാരണ ക്ഷേത്രങ്ങളിലുള്ള പോലെ വിജയദശമി നാളുകളിൽ മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും അവിടെ അതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും എഴുത്തിനിരുത്താനും മറ്റുമായിട്ട് മൂകാംബിക ക്ഷേത്രത്തിൽ സ്ഥിരമായി സന്ദർശനം നടത്തുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ കാണാം. അപ്പോൾ ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ട്. നമുക്കിനി ഒരു ഹോട്ടൽ തപ്പി പോകണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മളിപ്പോൾ ഉടുപ്പി എത്താറായിട്ടുണ്ട്. അപ്പോൾ ഉടുപ്പി ഭാഗങ്ങളിലൊക്കെയാണ്. ഇവിടെയൊക്കെ മിക്കവാറും വെജിറ്റേറിയൻ ഹോട്ടലുകളാണ് അധികം ഉണ്ടാകുന്നത്. നോൺ വെജ് ഹോട്ടലൊക്കെ വളരെ കുറവായിരിക്കും ഇനി ഇങ്ങോട്ട് എത്തുമ്പോൾ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഒരുപാട് ഹോട്ടൽ കാണാം. നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം കൊല്ലൂർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗത്തേക്ക് പോയാൽ നമുക്ക് നേരെ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്താം. കൊല്ലൂർ 32 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഈ ഒരു മെയിൻ കവാടം കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി പോകുന്നത് മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്. ഉടുപ്പി ജില്ലയിലാണ് ഈ കൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. ബൈന്ദൂർ താലൂക്കിലാണ്. നമ്മൾ ട്രെയിനിൽ വരുന്നവർക്ക് കുന്താപുരം ബൈന്ദൂർ ഇറങ്ങിയാൽ മതി. അവിടെ ഇറങ്ങിയാൽ നമുക്ക് ഈ കൊല്ലൂർ ഭാഗത്തേക്ക് വണ്ടിയൊക്കെ കിട്ടും. ഒരുപാട് ബസ്സും ജീപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. ഇനി അങ്ങോട്ടേക്ക് വാഹനങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ മിക്കവാറും എല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ്. വളരെ വിജനമായ സ്ഥലങ്ങളാണ്. നമുക്ക് കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല പീസ്ഫുള്ളായിട്ടുള്ള റോഡാണ്. നമുക്ക് നല്ല സ്പീഡിൽ തന്നെ പോകാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിൽ തന്നെ നമുക്ക് വേഗം എത്താൻ പറ്റും. കാരണം നല്ല വഴിയാണ്. നമ്മളിപ്പം ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. രണ്ട് സൈഡിലൊക്കെ നോക്കിയാൽ എല്ലാം വിശാലമായ കാടുകളാണ്. ഈ രാത്രിയൊക്കെ ഇതുവഴി പോയാൽ ശരിക്കും നമ്മൾ ആ വണ്ടി ഒന്ന് നിർത്താനോ പുറത്തിറങ്ങാനോ ഒക്കെ പാടില്ല. ചിലപ്പോൾ ആനിമൽസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ പകൽ വരുന്ന വഴിക്ക് കാര്യമായിട്ട് ഒന്നിനെയും കണ്ടില്ല. അപൂർവമായിട്ട് ചില കുരങ്ങന്മാരെ മാത്രമേ കണ്ടില്ല. റോഡിൽ അങ്ങനെ ആനിമൽസ് ഒന്നുമില്ല. പിന്നെ പശുക്കളൊക്കെ ഒരുപാടുണ്ട്. അത് നമ്മുടെ ഹൈവേയിലും വരുമ്പോഴുള്ള ഒരു പ്രശ്നം മെയിനായിട്ടുള്ളതാണ്. ഈ മംഗലാപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ വരുന്ന മിക്കവാറും പശുക്കൾ റോഡ് ക്രോസ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പരമാവധി സ്പീഡിലൊക്കെ പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഹൈവേയിലൊക്കെ കൂടെ വരുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന പോലെ തന്നെ വഴിയാണ്. നല്ല സാധാരണ റോഡാണ്. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ഉണ്ട് ഒരുപാട്. ഇപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ബ്രിഡ്ജാണ്. ഇനിയിപ്പോൾ ഏകദേശം നമുക്ക് ഒരു 10-15 കിലോമീറ്ററും കൂടി മാത്രമേ യാത്ര ചെയ്യാനുള്ളൂ. നമ്മൾ ഏകദേശം പകുതി ദൂരത്തിലെ പിന്നിട്ട് കഴിഞ്ഞു. സമയം നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിച്ച സമയത്ത് തന്നെ ഏകദേശം എത്താറായിട്ടുണ്ട്. 2:30 ആവാറാകുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയ കുറച്ച് സമയം നമുക്ക് ഒരു നഷ്ടമായിട്ടുണ്ട്. ആ ഒരു സമയം നമുക്ക് പിന്നെ നല്ല റോഡായതുകൊണ്ട് കുറേ സ്ഥലത്ത് മേക്കപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ സ്പീഡിൽ വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈം തന്നെ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ആ മംഗലാപുരം ഭാഗത്തു നിന്നുള്ള ആ ഒരു ഉടുപ്പി ഹൈവേയിലൊക്കെ നമുക്ക് 100-100ന് മുകളിൽ തന്നെ വണ്ടിയിൽ വരാൻ പറ്റും. കാരണം നമ്മൾ അറിയേയില്ല.
കാരണം നല്ല റോഡാണ്, നമുക്ക് ഓപ്പോസിറ്റ് വണ്ടികളൊന്നും വരാനില്ല. ഇതിനുള്ളിലോട്ടൊക്കെ ഫോറസ്റ്റിനുള്ളിലോട്ടൊന്നും എൻട്രി ഒന്നുമില്ല, ഒരുപാട് എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ചില പ്രൈവറ്റ് പ്രോപ്പർട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്കൊന്നും നമ്മൾ പോയി നോക്കുന്നില്ല. എന്തായാലും ഇവിടെ താമസിക്കാനുള്ള ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ഓരോ സ്ഥലത്തൊക്കെ ഉണ്ട്, അതിൻ്റെ ബോർഡുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ മൂകാംബികയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിനടുത്ത് തന്നെ ലോഡ്ജും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ എന്തായാലും ലോഡ്ജും റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, അവിടെ എത്തിയിട്ട് റൂം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവിടെ റൂം അങ്ങനെ കിട്ടാതിരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഈ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള ഒരു മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു എൻട്രിയാണ് നമ്മളെല്ലാവരും മൂകാംബികയിലേക്ക് പോകുന്നവരൊക്കെ പ്രധാനമായി ഇവിടെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുന്നത് കാണാം. നമ്മൾ പല ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഒരു കവാടം. ഈ ഒരു കവാടത്തിനടുത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് വിനീത് ശ്രീനിവാസൻ്റെ നമ്മുടെ അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറഞ്ഞ ആ ഒരു മൂവിയൊക്കെ നമുക്ക് ഓർമ്മ വരും. അതിലെ ആ ഒരു സോങ്ങും ആ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഉണ്ടാവും. വെൽക്കം ശ്രീ മൂകാംബിക ടെമ്പിൾ കൊല്ലൂർ. നല്ലൊരു വലിയൊരു കവാടമാണ്. ഇതാണ് ഇവിടുത്തെ കൊല്ലൂർ മൂകാംബിക ബസ് സ്റ്റാൻഡ്. നമ്മുടെ ബസ്സിന് വരുന്നവർക്ക് നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ വരുന്നവർ അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് നേരെ ബസ്സിന് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം നടക്കാനുള്ള ഒരു ദൂരമേ ഉള്ളൂ. നമുക്കൊരു 500 മീറ്റർ താഴെ ദൂരം ഉണ്ടാകും. ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ്, അതിന് പണിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തില്ല. ഇന്ന് ഇപ്പോൾ നമ്മൾ ഹോളിഡേയിലാണ് വന്നത്. ഇത് സൗപർണികയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. ഇടത് ഭാഗത്തേക്ക് പോയാൽ നമുക്ക് ഇവിടെ ഒരു സൗപർണിക എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പുഴയും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ വരുന്നവർ, ഈ മൂകാംബിക ക്ഷേത്രത്തിൽ വരുന്നവർ അവിടെ കുളിച്ചിട്ടൊക്കെയാണ് സാധാരണ വരുന്നത്. നമ്മളിപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല, നമ്മൾ നേരെ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്നതാണ് മൂകാംബിക ക്ഷേത്രം. അതിൻ്റെ ആ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് നമുക്കിനി ഇടത് ഭാഗത്തേക്കൊക്കെ പോയാൽ പാർക്കിങ്ങും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, റൂമും കാര്യങ്ങളൊക്കെ. ഈ ഭാഗത്തൊക്കെ ഒരുപാട് ലോഡ്ജുകൾ കാണാം, നമ്മൾ ബോർഡ് കാണുന്നുണ്ട്. ഒരുപാട് ഇതെല്ലാം ലോഡ്ജുകളാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അപ്പോൾ തന്നെ പോയി റൂം എടുത്ത് താമസിക്കാം. സാധാരണ ദിവസങ്ങളിൽ ഇവിടെ വലിയ ചാർജൊന്നും ഈടാക്കാറില്ല. പക്ഷേ ഈ ഹോളിഡേയ്സിലും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഇവർ പറയുന്ന പൈസയായിരിക്കും ചിലപ്പോൾ. ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് ഹോളിഡേ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു അഡിക ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ആ ഒരു ലോഡ്ജിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. 2000 രൂപയാണ് ഇവിടെ ഒരു AC റൂമിന് പറയുന്നത്, ഒരു ദിവസത്തേക്ക് വാടക. നോൺ AC റൂമിന് 1500 രൂപയാണ് വരുന്നത്. നമ്മൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് നോക്കി ഏകദേശം അതേ റേറ്റ് തന്നെയാണ് എല്ലാ സ്ഥലത്തും പറയുന്നത്. അത്യാവശ്യം നീറ്റൊക്കെ ഉള്ള റൂമാണ്, വലിയൊരു ഇതൊന്നും പറയാനില്ല. ഒരു നോർമൽ റൂമാണ്. 2000 രൂപക്കൊന്നുമില്ല ആക്ച്വലി. പക്ഷേ നമുക്ക് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ വേറെ എവിടെയും കിട്ടാനില്ല, നല്ല ബുക്കിംഗ് ആയതുകൊണ്ട് അത് തന്നെ അങ്ങ് എടുത്തു. പിന്നെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ 300 രൂപയാണ് വരുന്നത്. ഇവർ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ആ റൂമിൽ തന്നെ താമസിച്ച് നമ്മളിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നേരെ പിറ്റേന്ന് രാവിലെ നമ്മളിപ്പം ഇറങ്ങിയാണ് അമ്പലത്തിലേക്ക്. നമ്മളിന്ന് രാത്രി അവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. നമ്മൾ ലോഡ്ജിന് പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ സമയം 5 മണിയാവുന്നേ ഉള്ളൂ. നമ്മൾ പുറത്ത് തന്നെ പോയില്ലെങ്കിൽ നല്ല ക്യൂ ഉണ്ട്. കാരണം ഇന്ന് ഹോളിഡേ ദിവസമാണ്. ഇത് നമ്മൾ ശനിയാഴ്ച പോയതാണ്, ഞായറാഴ്ചയാണ് ഇന്ന്. നമ്മൾ ഞായറാഴ്ച രാവിലെയാണ് ഞായറാഴ്ച രാവിലത്തെ കാഴ്ചകളാണ് ഇത്. അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ. എല്ലാ ഹോട്ടലും റൂമുകളൊക്കെ ബുക്കഡാണ്. ഇവിടെ രാവിലെ തന്നെ ഒരുപാട് പൂക്കച്ചവടക്കാരൊക്കെ ഉണ്ട്. ചന്തകളും കാര്യങ്ങളൊക്കെ രാവിലെ തുറന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്തുകൂടെ നമുക്ക് നേരെ നടന്നു പോയാൽ അമ്പലത്തിലേക്ക് എത്താവുന്നതാണ്. അവിടെ നമുക്ക് എൻട്രി ഉണ്ട്. നമുക്ക് ഒരു ക്യൂ കോംപ്ലക്സ് പോലെ ചെറിയൊരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ സാധാരണ നമുക്ക് ഈ പുറത്ത് വരെ ക്യൂ ഉണ്ടാകും, നല്ല തിരക്കുണ്ടാകുമ്പം. എന്തായാലും ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ കാണില്ല, അതുകൊണ്ട് അത്ര വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു. എന്നാലും അത്യാവശ്യം തിരക്കുണ്ടെന്നാണ് നമുക്ക് പറയുന്നത് കേട്ടത്. എന്തായാലും നമുക്ക് ഇതുവഴി നടന്നു പോയാൽ നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റും, ആ ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റും. ഇവിടെ ഒരുപാട് ഈ താലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് 50 രൂപയാണ് വരുന്നത്. ഇതൊക്കെ വാങ്ങിയാൽ നമുക്ക് നേരെ ദർശനത്തിൻ്റെ മുന്നിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. ഇതിന് നമുക്കിനി ഉള്ളിലേക്ക് കടക്കണം. ഇവിടെ ചെറിയൊരു തിരക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ക്യൂ നിൽക്കാം.
പിന്നെ ഇവിടെ ഈ ഷർട്ട്, ബനിയൻ, ലുങ്കി അങ്ങനത്തെ ഒന്നും ആണുങ്ങൾക്ക് അലൗഡ് അല്ല. പാൻറ് ഇട്ടിട്ട് പോകുന്നതിന് കുഴപ്പമില്ല കേട്ടോ. സോ നമുക്ക് മുണ്ടെടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഷർട്ട് ഇതൊന്നും പാടില്ല, ലുങ്കിയൊന്നും പാടില്ല, ബനിയനൊന്നും പാടില്ല. നല്ല കൽത്തൂണുകളും ചുമരുകളൊക്കെ ഉണ്ട്. നല്ലൊരു തണുപ്പുണ്ട് ഇങ്ങോട്ട് വരുമ്പം തന്നെ. നല്ല രാവിലെയാണ്, പുലർച്ചെ ആ ഒരു ദീപപ്രഭയിൽ നമുക്ക് ആ ഒരു അമ്പലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ആ ഒരു മെയിൻ കവാടം കഴിഞ്ഞ് ആ ഒരു ചുറ്റുമതിലിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ നല്ല തിരക്കുണ്ട്, പുറത്ത് തന്നെ നല്ല തിരക്കുണ്ട്. ആ മുമ്പിൽ തന്നെ വലിയൊരു വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് തട്ടായിട്ടുള്ള ഒരു വലിയ വിളക്ക്. അതിൻ്റെ മുമ്പിൽ ഒരു വലിയ കൊടിമരമുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്യൂ ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ എൻ്റെ അങ്ങ് ഒരുപാട് ദൂരെയാണ്. ഇത് കാണുന്നതാണ് നമ്മുടെ എഴുത്തിനിരുത്താനുള്ള സ്ഥലമൊക്കെ ഇവിടെയാണ്. ഈ എഴുത്തിനിരുത്താൻ വേണ്ടി ഇവിടെ നമുക്ക് രാവിലെ വന്നാൽ 200 രൂപയ്ക്ക് നമുക്ക് റെസീറ്റ് എടുക്കാം. എന്നിട്ട് ഇവിടെ പോയാൽ നമുക്ക് എഴുത്തിനിരുത്താവുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഒരേ സമയത്താണ് എഴുത്തിനിരുത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെന്തായാലും ആ ഒരു ദർശനം കഴിഞ്ഞിട്ട് എഴുത്തിനിരുത്താമെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യം ദർശനത്തിന് വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ദർശനത്തിന് എന്തായാലും ആ ഒരു സാധാരണ മെയിൻ ക്യൂവിൽ നിന്നാൽ ഒരുപാട് ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒരു സ്പെഷ്യൽ ദർശനമുണ്ട്, അതുവഴി പോകാമെന്ന് വിചാരിക്കുന്നു. ഇത് ഇവിടുത്തെ വലിയ രഥമാണ്. ഇത് നമ്മൾ സാധാരണ എല്ലാവരും ഇതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത് നമുക്ക് കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ രഥോത്സവം ഒരുപാട് പ്രത്യേകതയുള്ളതാണ്. അതുപോലെ വിജയദശമി, നവമി നാളിലൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഉത്സവം. ഇത് 500 രൂപയുടെ സ്പെഷ്യൽ ദർശനമാണ്. നമുക്ക് നേരിട്ട് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് തന്നെ എത്താൻ പറ്റും. എന്തായാലും അത്ര നമ്മൾ എടുക്കുന്നില്ല. അതിൻ്റെ സൈഡിൽ നമുക്ക് സ്പെഷ്യൽ ദർശനം 100 രൂപയുടെ ഉണ്ട്. 100 രൂപയുടെ ദർശനം നമുക്ക് ബുക്ക് ചെയ്തിട്ട് 100 രൂപയുടെ റെസീറ്റ് ആക്കിയിട്ട് അതുവഴി നമുക്ക് കയറിയാൽ നമുക്ക് ആ ഒരു വലിയ ക്യൂ ഒഴിവാക്കി ഇതുവഴി കയറാം. നമുക്ക് ഒരുപാട് സമയം ലാഭമുണ്ട്. നമുക്ക് എന്തായാലും തിരിച്ച് ഇന്ന് തന്നെ നമ്മൾ റിട്ടേൺ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കധികം ഒരുപാട് വൈകിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് നാട്ടിലെത്തണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിയണം. ഇപ്പോൾ നമ്മൾ ശ്രീകോവിലിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലോട്ട് കടന്ന ശ്രീകോവിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്യാമറയും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ദർശനം കഴിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരിയിൽ എഴുതിക്കാനുള്ള ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ക്യൂ നിൽക്കുകയാണ്. ഇപ്പം ഒരു ഫസ്റ്റ് ബാച്ചുകാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു 10-30 ആൾ ഒരുമിച്ചാണ് എഴുതിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ ഇവിടെ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞപാട്. അപ്പോൾ നമ്മളതും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും മംഗളമായി കഴിഞ്ഞിട്ട് ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട്. ബാക്കി ഇതിൻ്റെ മെയിൻ ശ്രീകോവിലിനും അല്ലാതെ ഇതിൻ്റെ പുറത്ത് തന്നെ ചെറിയ ചെറിയ ഒരുപാട് പ്രതിഷ്ഠകളും ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ആ രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ്. ഇതായി നമ്മുടെ ആ ഒരു മെയിൻ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് കാണുന്നത്. ഇവിടെ എന്തോ ഒരു യാഗമൊക്കെ നടക്കുന്നുണ്ട്, പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ക്യൂ ആണ്. ഈ ക്യൂ വന്ന് ഇനി മുമ്പിലെത്തുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാകും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സ്പെഷ്യൽ ദർശനം 100 രൂപയിലും കൊടുത്തിട്ട് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചത്. ശരിക്കും ഈ മൂകാംബിക ക്ഷേത്രത്തിൽ വന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ്. വന്നവർക്കറിയാം. നമുക്ക് ഒരുപാട് നേരം ഇവിടെയൊക്കെ ഇരുന്നാലും നല്ലൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതുവഴി ഇനി എപ്പോഴെങ്കിലും തിരിച്ച് ഈ വഴിയൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ കണ്ടാൽ ഇത് വരാനുള്ള ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കാം. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിൽ വെച്ച് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മണിയടിക്കണം. മണിയടിച്ച് മണിയടിക്കും.
എവിടെ എവിടെ വശത്തിരിക്കുന്ന ഡോക്ടർ 1, 2, 3 വഴിപാട് അർച്ചന ഈ കോഴ്സിലാണ് ടിക്കറ്റ് തന്നുകൊണ്ടിരിക്കുന്നത്. ആവശ്യമായ വഴിപാടുകൾ അവർ പേര് Thank you.